أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അങ്ങേയറ്റം ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സ്നേഹനിധികളായ സഹോദരിമാരെ, എനിക്കേറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വളരെ ശാന്തമായ ഒരു സമയമാണ് ജുമുഅയുടെ സമയം എന്ന് പറയുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഈ വെള്ളിയാഴ്ച വരെ നിങ്ങളിരുന്നതിൽ, നിങ്ങൾ കൂടിയതിൽ, നിങ്ങൾ ഒരുമിച്ച് ചേർന്നതിൽ ഏറ്റവും പുണ്യവും അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്തായ പ്രതിഫലവുമുള്ള ചില ചോദ്യങ്ങൾക്ക് അള്ളാഹു ഉത്തരം തട്ടാത്ത വളരെ പ്രാധാന്യമുള്ള ഒരു ഇരുത്തമാണ് ജുമുഅയുടെ ഇരുത്തം. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. വലതുകാൽ വെച്ച് പള്ളിയിൽ കയറി പ്രതിഫലം ആഗ്രഹിച്ച് ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ വലിയ പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. അള്ളാഹു നൽകുന്ന ഒരുപാട് നന്മകൾ, നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരുപാട് പ്രതിഫലങ്ങൾ നമ്മുടെയൊക്കെ തന്നെ അശ്രദ്ധ കൊണ്ട് നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. അത് ശ്രദ്ധിക്കാൻ ഒരാൾക്ക് സാധിക്കുക എന്നതാണ് പുതിയ കാലത്തെ നല്ല മുസ്ലിമിൻ്റെ പ്രത്യേകത. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ലഭിച്ച അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന് തുടക്കത്തിൽ തന്നെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ ജീവിത വിജയം ആഗ്രഹിക്കുന്നവരാണ്. തോറ്റുപോകാൻ ആർക്കും ഇഷ്ടമല്ല. വിജയമാണ് നമുക്ക് വേണ്ടത്. എങ്ങനെ വിജയിക്കും എന്നിടത്താണ് ആലോചനയുള്ളത്. തോൽക്കാൻ ആർക്കും ഇഷ്ടമില്ല. ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ, ക്രിക്കറ്റ് മൈതാനങ്ങളിൽ തോറ്റുപോകുന്ന ടീമിലെ അംഗങ്ങളുടെ മുഖഭാവം ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. അതൊരു ചെറിയ കളിയാണെങ്കിലും വലിയ കളിയാണെങ്കിലും, ചെറിയ ക്രിക്കറ്റ് ആണെങ്കിലും വലിയ ക്രിക്കറ്റ് ആണെങ്കിലും, വിജയിക്കുന്നവൻ്റെ മുഖഭാവത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്രതീക്ഷിതമായി എനിക്ക് കിട്ടിയ ഈ അവസരം വിജയിക്കാൻ ആവശ്യമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും ചൂടുള്ള വിഷയം വിദ്യാഭ്യാസം തന്നെയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ, അറിവിൻ്റെ ലോകത്തേക്കുള്ള വ്യത്യസ്തമായ പരിശ്രമങ്ങൾ നടക്കുകയാണ്. ഒരർത്ഥത്തിൽ എല്ലാ രക്ഷിതാക്കളും വിദ്യാഭ്യാസ പ്രവർത്തകരാണ്. നമ്മുടെ കുട്ടികളെക്കുറിച്ച്, അവരുടെ പഠനത്തെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച്, പിഞ്ചു കുഞ്ഞുങ്ങളായ 3 വയസ്സ് മുതൽ ഹെവൻസ് അടക്കമുള്ള വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കുന്ന, അതിനുവേണ്ടി എത്രയും പണം ചെലവഴിക്കുന്ന, നാളെയും മറ്റന്നാളുമൊക്കെയായി പ്രവേശനോത്സവങ്ങൾ മദ്രസിലാവട്ടെ സ്കൂളിലാവട്ടെ ഒക്കെ നടക്കാനിരിക്കുകയാണ്. എന്തിനാണ് വിദ്യ അഭ്യസിക്കുന്നത്? നമ്മൾ ആഗ്രഹിച്ച തരത്തിൽ വിദ്യ അഭ്യസിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ജീവിത വിജയത്തിനാണ്, നല്ല മനുഷ്യനാവാനാണ്. നല്ല ഉപ്പ, നല്ല ഉമ്മ, നല്ല കുട്ടികൾ, നല്ല കുടുംബം, നല്ലത്, നന്നായത് എന്നാഗ്രഹിക്കാൻ വേണ്ടിയാണ്. വിദ്യാഭ്യാസം കൊണ്ട് അറിവ് നേടുക മാത്രമാണ്
90% ആളുകളുടെയും ലക്ഷ്യം അറിവിനപ്പുറം തിരിച്ചറിവിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അറിയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി നിർവഹിക്കാൻ സാധിക്കുന്നിടത്ത് അറിവനുസരിച്ച് പെരുമാറാൻ, അറിവനുസരിച്ച് ജീവിക്കാൻ, അറിവനുസരിച്ച് കൂട്ടുകൂടാൻ, അറിവനുസരിച്ച് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ, അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നന്മയുടെ കൂടെ നിൽക്കാൻ, കുട്ടികളെ പോറ്റാൻ, ഉപ്പയാകാൻ, ഉമ്മയാകാൻ, മക്കളാവാൻ നമുക്ക് സാധിക്കുക എന്നതാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. യുഅ്തിൽ ഹിക്മത മൻ യശാ. അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഹിക്മത്ത് കൊടുക്കും. ഹിക്മത്ത് ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന പദം അങ്ങനെയാണ്. കുറേ പദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വിജയം ആഗ്രഹിക്കുന്നവർക്ക് ഹിക്മത്ത് വേണം, പക്ഷെ അത് അള്ളാഹ് എല്ലാവർക്കും കൊടുക്കൂല. അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹ് ഹിക്മത്ത് കൊടുക്കുള്ളൂ. വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ആർക്കെങ്കിലും അള്ളാഹ് ഹിക്മത്ത് കൊടുത്താൽ, എനിക്ക് കിട്ടിയാൽ, നിങ്ങൾക്ക് കിട്ടിയാൽ, അവന് ഈ ലോകം മുഴുവൻ കിട്ടിയവനെ പോലെയാണ്. ഊതിയ ഖൈറൻ കസീറ. മറ്റൊരായത്തിൽ ഖുർആനിൽ തന്നെ വന്നിട്ടുള്ളത് ഫഖദ് ഊതിയ ഖൈറ ദുനിയ വൽ ആഖിറ. ദുനിയാവും ആഖിറവും ഒരാൾക്ക് കിട്ടിയാൽ, നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള 5 സെന്റ് സ്ഥലവും വീടും കിണറും അടങ്ങുന്ന ആ സംവിധാനം നമുക്ക് നൽകുന്ന സന്തോഷം എത്രയാണ്? നമ്മുടെ കയ്യിലുള്ളൊരു സ്മാർട്ട് ഫോൺ നമുക്ക് നൽകുന്ന സന്തോഷം എത്രയാണ്? നമുക്കിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ സൗകര്യങ്ങൾ നമുക്ക് നൽകുന്ന സന്തോഷം എത്രയാണ്? അപ്പൊ അള്ളാഹ് പറയുന്നത്, നിങ്ങൾക്ക് ഈ ലോകവും ഈ ലോകത്തെ മുഴുവൻ സൗകര്യങ്ങളും പരലോകവും പരലോകത്തെ മുഴുവൻ സൗകര്യങ്ങളും സ്വർഗം അടക്കമുള്ള ആ വലിയ സംവിധാനം നേടിയവനെ പോലെ തൃപ്തനായി ജീവിക്കാൻ നിങ്ങൾക്ക് ഹിക്മത്ത് വേണം. ഹിക്മത്ത് വേണം. അപ്പൊ എന്താ ഹിക്മത്ത്? വമാ യതദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഞാനൊരു ഹിക്മത്തുള്ളവനാന്ന് മനസ്സിലാവുള്ളൂ. ബുദ്ധിയില്ലാത്ത ആൾക്കാർക്ക് അത് തിരിയൂല. ബുദ്ധിയുള്ളവർ, ചിന്തിക്കുന്ന ആളുകൾ അത് ആലോചിക്കും. ഫഖദ് ഊതിയ ഖൈറ ദുനിയ വൽ ആഖിറ. എന്നാൽ ദുനിയാവും ആഖിറവും കിട്ടിയവനെ പോലെയാണ് എന്ന് പറയുന്നു. ഞാനിന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ജീവിത വിജയത്തിന് ആവശ്യമായ ഒരു ടൂൾ, അത് ഹിക്മത്താണ്. നല്ല ഹിക്മത്തുള്ള മനുഷ്യനാവുക. നല്ല ഹിക്മത്തുള്ള മനുഷ്യനാവുക. എന്താ ഹിക്മത്ത്? തത്വജ്ഞാനം, അഗാധമായ അറിവ്, കാര്യശേഷി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. കിതാബിന് വന്നിട്ടുള്ള പ്രയോഗം ഇസ്വാബത്തുൽ ഹഖ് ബിൽ ഇൽമി വൽ അഖ്ലി. ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും ഒരു കാര്യത്തെ സ്വാംശീകരിക്കാൻ കഴിയുക, ഇതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും. നമ്മുടെ നാട്ടില്, നിങ്ങളുടെ നാട്ടിലുണ്ടോ എനിക്കറിയാം, ഇന്ത്യയൊക്കെ നാട്ടില് നിലമ്പൂർ ഭാഗത്തൊക്കെ നന്നായി വിജയിച്ച ആളെ പറ്റി വലിയ ഉമ്മമാരൊക്കെ പറയും, ഓ നല്ല ഹിക്മത്തുള്ളവനാ. രണ്ടാളും ഒരുപോലെ ജീവിച്ച് വളർന്ന് വലുതായതിനു ശേഷം ഒരാൾ നല്ല കച്ചവടക്കാരനായി, അവന്റെ കച്ചവടത്തിൽ നല്ല ലാഭം, നല്ല ആളുകൾ, നല്ല കസ്റ്റമേഴ്സ്. അപ്പൊ വല്യമാര് പറയും, ആ ഓൻ വിജയിക്കും, ഓൻ നല്ല ഹിക്മത്തുള്ളവനാണ്. SSLC-യിൽ ഫുൾ A+ കിട്ടിയ കുട്ടിയെ പറ്റി പറയും, ആ ഓൻ നല്ല ഹിക്മത്തുള്ള കുട്ടിയാ. കിട്ടാത്ത ആൾക്കാരെ പറ്റി അവര് പറയും, എനിക്ക് തീരെ ഹിക്മത്തില്ലാതായി പോയല്ലോ, ഈ എന്ത് മനുഷ്യനാടോ, നീ തീരെ ഹിക്മത്തില്ലാത്ത ആളായല്ലോ, എന്താ നിനക്ക് പറ്റിയത്? അപ്പൊ ഹിക്മത്ത് എന്നത് പൊതു മനസ്സിൽ നിലവിലുള്ള ഒരു ആശയം നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ എന്താണ് ഹിക്മത്ത്? ഹിക്മത്തുള്ള വാപ്പ വിജയിക്കും, ഹിക്മത്തുള്ള ഉമ്മ വിജയിക്കും, ഹിക്മത്തുള്ള മക്കൾക്ക് വിജയം ഉണ്ടാകും. ഹിക്മത്തുള്ള കച്ചവടക്കാരന് വിജയം ഉണ്ടാവും, ഹിക്മത്തുള്ള ബിസിനസ്സുകാരന് വിജയിക്കാൻ പറ്റും. പുതിയ കാലത്ത് ഇപ്പൊ ആൽഫ ജനറേഷന്റെ ഒരു കാലാണല്ലോ. ശരിക്കും നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുന്നൊരു പദം ഇമോഷണൽ ഇന്റലിജൻസ് എന്നാണ്. കാര്യങ്ങളെ വൈകാരികമായി ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക, സഹായിക്കുക, ഓർക്കുക, കൂടെ നിർത്തുക, ഇതൊക്കെയാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞത്. നിങ്ങൾ നോക്കി, എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു നുബുവത്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ കിതാബ് കൊടുത്തിട്ടില്ല. കിതാബ് കൊടുത്ത പ്രവാചകന്മാർ 4 ആളുകളാണ്. പക്ഷെ എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു തആല ഹിക്മത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. എല്ലാ പ്രവാചകന്മാർക്കും കൊടുത്ത എല്ലാ അത്ഭുതങ്ങളും എല്ലാ ദൃഷ്ടാന്തങ്ങളും അടുത്ത തലമുറക്ക് കൈമാറിയിട്ടില്ല.
പക്ഷെ എല്ലാ പ്രവാചകന്മാർക്കും കൊടുത്ത ഹിക്മത്ത് പോലെ എല്ലാ മനുഷ്യർക്കും അല്ലാഹു ഹിക്മത്ത് നൽകുന്നു എന്നതാണ് ഹിക്മത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പ്രവാചകന്മാർ തങ്ങളുടെ പണി ജോലികൾ പൂർത്തിയാക്കിയത് എങ്ങനെയാ? വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അവരവരെ സംസ്കരിച്ചു, അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു ഗ്രന്ഥങ്ങൾ. അവരോട് ഹിക്മത്ത് എന്താണെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഹിക്മത്തോടെ അവരിൽ പ്രബോധനം നടത്തി, ഹിക്മത്തോടുകൂടി അവരെ ഇഷ്ടപ്പെട്ടു, അവരെ സ്നേഹിച്ചു എന്നതാണ്. നമ്മളെല്ലാവരും നിർബന്ധമായി ചെയ്യേണ്ട ഒരു പണിയുണ്ട്. നിങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവും, ഞാൻ ആ പദം ഒന്ന് പറയാം. ദഅവത്ത്. എന്താ ദഅവത്ത്? അള്ളാഹുവിൻ്റെ ദീനിൽ ജീവിക്കുന്നിടത്തോളം കാലം അള്ളാഹിൻ്റെ ദീനിനെ ജീവിതം കൊണ്ടും കർമ്മം കൊണ്ടും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. കച്ചവടക്കാരൻ ഇസ്ലാമികമായ കച്ചവടം ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഇതാണ് ഇസ്ലാം. അല്ല, എന്താ നിങ്ങൾ ഇങ്ങനെ, നിങ്ങൾക്കൊരു കള്ളത്തരമില്ലല്ലോ, നിങ്ങളെന്താ പൈസ കൃത്യമായി ബാക്കി തരുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് അയാൾക്ക് മനസ്സിലാവണം അതാണ് ഇസ്ലാം എന്നത്. ഹിക്മത്തുള്ള ഡോക്ടർ, ഹിക്മത്തുള്ള കച്ചവടക്കാരൻ, ഹിക്മത്തുള്ള മീൻപിടുത്തക്കാരൻ, അങ്ങനെ ഹിക്മത്തോടുകൂടി ജീവിക്കാൻ കഴിയുക. ദഅവത്തിനെ കുറിച്ച് പറഞ്ഞെടുത്ത് നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകൾ ക്ഷണിക്കേണ്ടത് ഹിക്മത്തോടു കൂടിയാണ്. എല്ലാരോടും എല്ലാം എല്ലാ സമയത്തും പറയാൻ പറ്റൂല. പറയേണ്ടതുപോലെ പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് പറഞ്ഞാലാണ് അത് ഉപകാരപ്പെടുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ബുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരും, ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റാതെ ജീവിച്ച് മാത്രം കാണിക്കേണ്ടി വരും, ചിലപ്പോൾ നിങ്ങൾ 4 ആളുകൾ കൂടി ഒരാളെ സമീപിക്കേണ്ടി വരും. ആ സാഹചര്യം മനസ്സിലാക്കി, ആ മനുഷ്യനെ മനസ്സിലാക്കി, അവന്റെ ചുറ്റുപാടുകൾ പഠിച്ച് ഹിക്മത്തോടു കൂടിയാണ് നിർവഹിക്കേണ്ടത് ദഅവത്ത് എന്ന് പറയുന്നു. ഹിക്മത്ത് എന്ന പദം നിങ്ങൾ കേട്ടപ്പോൾ തന്നെ ആദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുള്ള ഒരു പേര് അത് ലുഖ്മാൻ അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. ലുഖ്മാൻ അലൈഹിസ്സലാം പ്രവാചകനാണ് എന്ന് പറയപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. അല്ല, പ്രവാചകനല്ല, ഒരു കാലത്ത് ജീവിച്ച സാത്വികനായ വളരെ നല്ലൊരു മനുഷ്യനാണ് എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ ഖുർആനിൽ സൂറത്തുണ്ട്, സൂറത്ത് ലുഖ്മാൻ. അത് ആരംഭിക്കുന്നതും അത് മനസ്സിലാക്കുന്നതൊക്കെ എന്താ? വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ്. ലുഖ്മാൻ അലൈഹിസ്സലാമിന് നാം ഹിക്മത്ത് നൽകി. അപ്പൊ ലുഖ്മാൻ അലൈഹിസ്സലാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്താ മൂപ്പര ഹിക്മത്ത് എന്ന് ആലോചിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഓർമ്മ വരും. സ്വന്തം മകനെ, പൊന്നുമോനെ മടിയിലിരുത്തി യാ ബുനയ്യ, യാ ബുനയ്യ, പൊന്നുമോനെ. ഇന്നത്തെ പുതിയ കാലത്തെ ഉപ്പമാര് കുട്ടികളെ വിളിക്കാൻ ശീലിക്കേണ്ട ഒരു പ്രയോഗമാണ് യാ ബുനയ്യ. ചില ആളുകളൊക്കെ നമ്മുടെ സ്വന്തം കുട്ടികളെ അയൽപക്കത്തൂടെ നടന്നു പോകുന്ന, മുറ്റത്ത് നടന്നു പോകുന്ന, ചിലപ്പോൾ സുലൈമാൻ കാക്കാന്റെ മോനെ, ഉണ്ണി, മുത്തേ, വാപ്പുണ്ട് അവിടെ, വാപ്പുണ്ടെങ്കിൽ ഞാനവിടെ ഉണ്ടാവട്ടോ, ഒന്ന് കാണാൻ പറയണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കുട്ടി കയറി വരിക. നീ എവിടെ പോയതാ? അങ്ങനെ സ്വന്തം കുട്ടികളെ അങ്ങനെ വിളിക്കുകയും അല്ലാത്തവരെ പൊന്നുപോലെ എന്ന് വിളിക്കുകയും ചെയ്യുന്ന ഒപ്പന്മാര് ഇവിടെ ഉണ്ടോ നിൽക്കല്ലേ? ഞങ്ങളൊക്കെ നാട്ടിൽ അങ്ങനെയുണ്ട്. ഇഷ്ടല്ല അത്തരം ഒപ്പന്മാരെ. കാരണം ഇത് ഹിക്മത്തിന്റെ ലോകമാണ്, ഇമോഷണൽ ഇന്റലിജൻസിന്റെ ലോകമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ലുഖ്മാൻ അലൈഹിസ്സലാം തൗഹീദിന്റെ കാര്യങ്ങൾ, മാതാപിതാക്കളുടെ കാര്യങ്ങൾ, നന്മയുടെ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഉപദേശം എന്ന് പറഞ്ഞ് പ്രത്യേകം വിശുദ്ധ ഖുർആൻ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ പൊന്നുമോനെ, പൊന്നുമോനെ, പൊന്നുമോനെ എന്ന് പറഞ്ഞ് അതാണ് ഹിക്മത്ത്. അതൊരു ഹിക്മത്താണ്. നമ്മുടെ സമ്പാദ്യമാണ് നമ്മുടെ മക്കൾ. വിദ്യാഭ്യാസപരമായി നിങ്ങൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴും കുറച്ച് കഴിയുമ്പോൾ അവർക്ക് നമ്മളെ വേണ്ട. കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ വൃദ്ധസദനങ്ങൾ തിരയുകയാണ്. കുട്ടിക്ക് വാപ്പാനെ വേണ്ട, കുട്ടിക്ക് ഉമ്മാനെ വേണ്ട. 300ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു കൗൺസിലിംഗ് സദസ്സിൽ വെച്ച് ഞാൻ കുട്ടികളോട് ചോദിച്ചു, മക്കളെ, ജീവിതത്തിൽ ഒഴിവാക്കാൻ അവസരം കിട്ടിയാൽ എന്തൊഴിവാക്കും? ഏറ്റവും പുറകിൽ നിന്നൊരു കുട്ടി എണീറ്റെന്ന് പറഞ്ഞു, സാർ, ഞാൻ എൻ്റെ വാപ്പാനെ ഒഴിവാക്കും. സദസ്സൊന്നിറങ്ങ് പൊട്ടിച്ചിരിച്ചു. ഞാൻ അവനെ സ്റ്റേജിലേക്ക് വിളിച്ചു, ഒരു മിഠായി കൊടുത്തു. വാപ്പാനെ ഒഴിവാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണോ സാറ് മിഠായി തന്നത്? അല്ല. മോൻ പ്രതികരിച്ചല്ലോ. തമാശയാണോ പറഞ്ഞത്? അല്ല. ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ഒഴിവാക്കും. എന്താ അങ്ങനെ പറയാൻ? ഭയങ്കര നെഗറ്റീവാണ്. പോട്ടെ എന്ന് വെച്ചാൽ പോണ്ട, വരുമെന്ന് വെച്ചാൽ വരൂല, തരുമെന്ന് വെച്ചാൽ തരൂല, എല്ലാത്തിനും എതിരാണ്. ഞാൻ പറഞ്ഞു, ജീവിത പ്രാരാബ്ദം കൊണ്ടാവും, വേറെന്തെങ്കിലും പ്രയാസമുണ്ടാവും. അല്ല,
ബിരിയാണി വെക്കണം എന്ന് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും പറയും, പറഞ്ഞാൽ വെക്കൂല. അപ്പം ഞങ്ങളിപ്പോൾ എന്തൊരു ഹിക്കുമത്തോടു കൂടി കാര്യങ്ങൾ, ഞാൻ ഈ വിഷയം പഠിക്കുന്നത് തന്നെ ഈ ഒരു പ്രയോഗത്തിന് ശേഷം. അപ്പം ഞാൻ ചോദിച്ചു, എന്താ എൻ്റെ ഹിക്കുമത്ത്? ഒരാഴ്ച ഞാനും ഉമ്മയും പെങ്ങളും കൂടി പറഞ്ഞു, ഇനി ഈ വീട്ടിൽ ബിരിയാണി വെക്കണ്ട, ബിരിയാണി ഇനി ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞപ്പോൾ അത്ര പിറ്റേന്ന് രാവിലെ മല്ലിച്ചപ്പും ഇറച്ചി പൊതിയനും അരിയും കൊടുത്തിട്ട് പറയാം, വെക്ക് ബിരിയാണി വെക്ക്. അപ്പം ഞാൻ പറഞ്ഞു, നല്ല കൗതുകമുള്ള വാപ്പയാണ്, വാപ്പാനങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കല്ലേ, ഒഴിവാക്കല്ലേ. സാറിനറിയോ, കോഴിക്കോട്ടേക്ക് ഒരു ടൂർ ഉണ്ടായിരുന്നു. ഉറപ്പായിട്ട് എൻ്റെ വാപ്പൻ്റെ വിടൂല. എൻ്റെ വാപ്പ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പം ഞാൻ വാപ്പാനോട് പറഞ്ഞു, വാപ്പ കോഴിക്കോട്ടേക്ക് ഒരു ടൂറുണ്ട്, ഞാൻ പോണില്ല. എന്താ ഈ പോകാത്ത? ഞാൻ പോണില്ല. കോഴിക്കോട്ടേക്ക് ആരെങ്കിലും ടൂർ പോവോ? 500 റുപ്യേ, ഞാൻ പോണില്ല. അപ്പോൾ വാപ്പ പറഞ്ഞത്രേ, ഈ പോകും. അപ്പം ഞാൻ പോണില്ല. അമ്മാനോട് ഞാനത് പറഞ്ഞതാണ്, നീ പോകും, എൻ്റെ മോനാണോ, നീ പോകും. സാറിനറിയോ, ഞാൻ അങ്ങനെയാണ് ആ ടൂറിൽ പങ്കെടുത്തത്. നെഗറ്റീവായി ചിന്തിക്കുന്ന ഉപ്പമാർ, നെഗറ്റീവാകുന്ന ഉമ്മമാർ, പോസിറ്റീവായി ചിന്തിക്കുകയും പഠിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന മക്കളുടെ കാലത്താണ് നമ്മൾ ആകുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഷൈഇൻ ഖത്തു ഫഖാല ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യത്തിലും നോ എന്ന് പറഞ്ഞിരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്ത് ചോദിച്ചാലും നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഒരു 500 റുപ്യ ഉണ്ടാവും കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മളെന്താ പറയാ? 5 പൈസല്ല. 5 പൈസ ആരത്താ ഉള്ള? അല്ലെങ്കിൽ ഇല്ല, വേണ്ട, ഒഴിവുണ്ടാവില്ല, അന്ന് ഞാൻ അവിടെ ഉണ്ടാവില്ല. ചില കാര്യങ്ങളൊക്കെ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മരണം വരെ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പറയുന്ന ആളുകളുണ്ട്. വെറുതെ പറയാൻ, ലീവ് പറയാം, ഞാൻ ഉണ്ടാകുമെന്ന് പറയാൻ, ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ, ഞാൻ അതിന്റെ മുമ്പിലുണ്ടാവുമെന്ന് പറയാൻ നമുക്ക് കഴിയണില്ല. ഈ പുതിയ കാലത്തിൻ്റെ ഒരു പ്രശ്നമാണ്. റസൂലുള്ളാഹി ഒന്നിനും നോ എന്ന് പറഞ്ഞില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരാൾ നബിൻ്റെ അടുക്ക വന്ന് പറയണേ, മുഹമ്മദേ, കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരാളാണെന്ന് ഞങ്ങൾ അറിഞ്ഞു, എനിക്ക് വ്യഭിചരിക്കണം. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? മണ്ടക്കുറ്റി അടിച്ചു പൊട്ടിക്കൂലേ? അത് ആരോടാ പറയണേ? അള്ളാഹിൻ്റെ റസൂലിനോട്. അടിക്കാൻ വന്ന സ്വഹാബിയെ മാറ്റി റസൂൽ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? എനിക്ക് വ്യഭിചരിക്കണം. നീ ഉദ്ദേശിക്കുന്നത് ഒരു പെണ്ണിനെയാണോ? അല്ലാതെ പിന്നെ ഒന്നും അറിയില്ലല്ലേ? നിന്റെ അമ്മച്ചി ഒരു പെണ്ണല്ലടാ, നിന്റെ മകളൊരു പെണ്ണല്ലേ, നിന്റെ പെങ്ങളൊരു പെണ്ണല്ലേ, അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഞാൻ നിന്നിൽ നിന്ന് അതല്ല പ്രതീക്ഷിച്ചത്. അയാൾ ആകെ സങ്കടപ്പെട്ടു, അയാൾ കണ്ണു നിറഞ്ഞു. അങ്ങനെ പ്രവാചകന്റെ അടുക്കിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിട്ട് മൃഗീയതയെ വലിച്ചു പറിച്ച് പുറത്തു കളഞ്ഞ് ഒരു മനുഷ്യനായി ഹിക്മത്തുള്ള പ്രവാചകന്റെ സമീപനത്തോടെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. പെരുങ്കള നബിനെ കാണാൻ വന്നു. മുഹമ്മദ്, ഞാനൊരു കള്ളനാ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കട്ട വസ്തു ഞാൻ തന്നെ ഏറ്റി കൊണ്ടിടക്കുന്നുള്ളതാണ്. അപ്പൊ കട്ട സാധനം ആൾക്കാരെ അന്വേഷിക്കുമ്പോൾ പറയും, അന്വേഷിക്കണ്ട, അത് എൻ്റെ അടുത്തുണ്ട്, അത് ഞാൻ തരൂല. മോഷണം ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരാൾ ഇസ്ലാമിലേക്ക് വരണമെന്ന് പറഞ്ഞു നബിൻ്റെ അടുക്കൽ. ഒപ്പമുള്ളവരെന്താ പറയേണ്ടത്? നബിയെ, ഇത് മറ്റവനാട്ടോ, ഓൻ കള്ളനോ, അവൻ്റെ വാപ്പിയും കള്ളനോ, അവൻ്റെ വാപ്പാനോ വാപ്പിയും കള്ളനാണ്, കള്ളന്മാരെ നമുക്ക് വേണ്ടല്ലോ. നമ്മളെ സംഘടന നല്ല സംഘടനയല്ലേ? നമ്മളെ പാർട്ടിയല്ല പാർട്ടിയല്ലേ? കുറച്ച് നല്ല മനുഷ്യന്മാർ വേണ്ടേ? റസൂലുള്ള ആ മനുഷ്യനെ ആകെ ഒന്ന് നോക്കി, നല്ല മസിലൊക്കെ ഉള്ള ജിം ബോഡിയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ, ഒട്ടകത്തെ മോഷ്ടിച്ചാൽ പോലും ഏറ്റി നടക്കാൻ പരിശ്രമിക്കുന്ന ഒരു മനുഷ്യൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മനുഷ്യനെ ഹിക്മത്തോടുകൂടി ചേർത്ത് കൊണ്ട് പിടിച്ചു. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. സ്വഹാബത്തിന് മുറുമുറുപ്പുണ്ടായിരുന്നു. ആവശ്യമുണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ട് റസൂൽ തൊട്ടടുത്ത് നടന്ന യുദ്ധത്തിൽ വളണ്ടിയറായി നിശ്ചയിച്ചു. എന്നിട്ട് ആ യുദ്ധ വിജയത്തിന് ശേഷമുള്ള അവലോകനത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തവണത്തെ യുദ്ധത്തിന് നമുക്ക് നഷ്ടങ്ങൾ കുറവാ. മുറിവ് പറ്റിയ ആളുകൾക്കൊക്കെ പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് കിട്ടി. മരണം പോലും സംഭവിക്കാവുന്ന ആളുകളെ ഇയാള് 4 ആള് കൂടി അടുക്കുന്ന ആളുകളെ ഒറ്റക്ക് താങ്ങിപ്പിടിച്ച് ടെന്റിലെത്തിച്ചു. എല്ലാവരും അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അദ്ദേഹത്തിന്റെ കള്ളത്തരമൊക്കെ അവസാനിച്ച് പ്രവാചകന്റെ സഹചാരിയായിട്ടത് മാറി അദ്ദേഹം എന്നതാണ്. ഹിക്മത്താണ്. ഇത് നമുക്കൊക്കെ പറ്റും. നമ്മൾ ആളുകളെ പലപ്പോഴും വെറുപ്പിക്കലാണ്, ആളുകളെ അകറ്റലാണ്. എന്തിനാ അറിവ് നേടുന്നത്? നല്ല പഠിച്ച അറിവ് നേടുമ്പോൾ പിന്നെ അവന് ഉമ്മാനെ വേണ്ട, പിന്നെ അവന് ഉപ്പാന ആവശ്യമല്ല. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്?
യഥാർത്ഥത്തിലുള്ള ഹിക്മത്തോടുകൂടിയുള്ള അറിവ് ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. മക്ക വിജയത്തിന്റെ സമയത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ള സമയത്ത് കഅബന്റെ ഉള്ളിലേക്കൊന്ന് കയറാൻ വേണ്ടിയിട്ട് റസൂൽ ഇങ്ങനെ ചെന്നപ്പോ കഅബന്റെ വാതിൽക്ക് താക്കോൽ കൂട്ടം പിടിച്ച് ഉസ്മാൻ ഇബ്നു തുൽഹ നബിയോട് പറഞ്ഞു, മുഹമ്മദേ മാറി നിൽക്ക്, ഉസ്മാനെ ഉള്ളിക്കൊന്ന് കയറട്ടെ, അകൊന്ന് കാണട്ടെ. വേണ്ട, നീ കയറണ്ട, നിനക്കിവിടെ പ്രവേശനമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന നബി വിചാരിച്ചത്. നബി ഒന്ന് തള്ളിക്കയറി ഉസ്മാന്റെ കൈയൊന്ന് പിടിച്ച് മാറ്റി കയറാൻ നോക്കുമ്പോ ഉസ്മാൻ തന്റെ മുഷ്ടി കൊണ്ട് പ്രവാചകന്റെ നെഞ്ചത്തൊരടി, ബാക്കിലേക്ക് വീണു. അള്ളാഹുവിന്റെ പ്രവാചകൻ 2 കൈയും കുത്തി നിലത്ത്. കണ്ണ് നിറഞ്ഞ് പ്രവാചകൻ പറഞ്ഞു, യാ ഉസ്മാൻ ലഅല്ലക സതറ ഹാദൽ മിഫ്താഹ യൗമൻ ബിയദി അൽഅഹു ഹൈതു ശിഅതു. നീ നോക്കിക്കോ, എന്നെങ്കിലും ഒരിക്കൽ ഈ കഅബന്റെ താക്കോലിന്റെ കയ്യിൽ വരും. അന്ന് ഈ കയ്യിൽ വന്ന ഈ താക്കോൽ ആര് കൈപിടിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. പ്രവാചകന്റെ വെല്ലുവിളി. ഉസ്മാൻ ചിരിച്ചിട്ട് പറഞ്ഞു, ലഖദ് ഹലഖത്ത് ഖുറൈശുൻ വദല്ലത്ത്. അങ്ങനെ എങ്ങാനും നിന്റെ കയ്യിൽ കഅബന്റെ താക്കോൽ വന്നാൽ അന്ന് ഖുറൈശികൾക്ക് നാണം കെട്ട ദിവസമായിരിക്കും. റസൂലുള്ളാഹി മെല്ലെ പൊടിയൊക്കെ തട്ടി എണീറ്റ് പറഞ്ഞു, ഖാല ബൽ അമറത് യൗമ ഇദൻ വഅസ്സത്. അങ്ങനെയല്ല ഉസ്മാനെ, അന്ന് ഖുറൈശികളുടെ അഭിമാന ദിനമായിരിക്കും. ഇത്ര കൊല്ലം മുമ്പാണ്, 10 കൊല്ലം മുമ്പ് പറയുന്ന കാര്യങ്ങളാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി, ബദർ യുദ്ധം നടന്നു, ഉഹദ് യുദ്ധം നടന്നു, ഖന്തഖ് യുദ്ധം നടന്നു. അങ്ങനെ കുറെ അങ്ങ് മുന്നോട്ട് പോയി. ഹിജ്റ 8-ാം വർഷം മക്ക പ്രവാചകന് കീഴ്പ്പെടുകയാണ്. മുഴുവൻ സഹാബത്തും അവിടെ നിൽക്കുകയാണ്. ശത്രുക്കൾ തന്നെ സ്ഥാപിച്ച വിഗ്രഹങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് കളയുകയാണ്. ഇസ്ലാമിന് അനുകൂലമായ അന്തരീക്ഷം, ഇസ്ലാം അല്ലാത്തവർക്ക് സങ്കീർണമായ സാഹചര്യം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിജയം പങ്കുവെച്ച് സന്തോഷിക്കുമ്പോ താക്കോൽ കൂട്ടവുമായി ഉസ്മാൻ ഇബ്നു തുൽഹ ഒരു മുക്കിൽ നിൽക്കുന്നുണ്ട്. ഇതിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ പോകുന്ന മൂപ്പർക്കറിയാം. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നിട്ട് തട്ടിപ്പറിച്ചിങ്ങോട്ട് വാങ്ങി. കാരണം അലിക്ക് ഈ സംഭവം അറിയാം, നബിയെ തള്ളിയിട്ട സംഭവം അറിയാം. തട്ടിപ്പറിച്ചിങ്ങോട്ട് വാങ്ങിയിട്ട് അങ്ങോട്ട് തള്ളിയിട്ട്, മാറി നിൽക്ക്, ഇനി ഈ താക്കോല് നിന്റെ കയ്യിൽ വെക്കണ്ട, കഴിഞ്ഞു, ആ സമയം കഴിഞ്ഞു. നീ എന്താ പണ്ട് നബിയോട് ചെയ്തത്? ഉസ്മാൻ അങ്ങോട്ട് കരഞ്ഞു, ചെറിയ കുട്ടികളെ പോലെ കരഞ്ഞു. അപ്പൊ ആരോ ചെന്ന് പറഞ്ഞു നബിയോട്, നബിയെ നമ്മളെ ഉസ്മാൻ അവിടെ കരയുണ്ട് കേട്ടോ. ഇപ്പൊ നബിയെ വിചാരിച്ചത് ആദ്യം നബിന്റെ കൂട്ടത്തിൽപ്പെട്ട ഉസ്മാനാണെന്നാണ്. ആ ഉസ്മാനല്ല, നമ്മളെ പഴയ ഉസ്മാൻ, താക്കോൽ കൂട്ടത്തിന്റെ. എന്തിനാണ്? താക്കോല് വാങ്ങിയിട്ട്. നബി എന്താ പറയേണ്ടത് അറിയും? ഓനോട് കരയട്ടെ, 2 ദിവസം ഇരുന്ന് കരയട്ടെ. അവൻ എന്താ പണ്ട് ചെയ്ത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്നപ്പോൾ ചോദിച്ചു, എന്താ ഉസ്മാനെ? കണ്ണ് നിറഞ്ഞ്, ചുണ്ടൊക്കെ വിറച്ച്, നെറ്റിത്തടത്തിലൊക്കെ വിയർപ്പോട് കൂടി ഉസ്മാൻ പറഞ്ഞു, താക്കോല് 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 ആരോ വാങ്ങി. അല്ലെങ്കിൽ താക്കോല് ജെന്നെ പിടിച്ചോ, ഇത്ര കാലങ്ങൾ കൊണ്ടുവരുന്നില്ല, ഞാൻ അവിടെ നിൽക്കി എന്ന് പറയാലോ. ആരാ വാങ്ങിയത്? അലി പറഞ്ഞു, ഞാനാ നബിയെ വാങ്ങിയത്. അവൾ കൊണ്ട ആ താക്കോലും ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഉസ്മാന്റെ കയ്യിൽ തന്നെ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നേരത്തെ തൗഹീദിന്റെ ഭവനമായിരുന്ന, ശിർക്കിന്റെ ഭവനമായിരുന്ന കഅബയുടെ താക്കോൽ നിന്റെ കയ്യിൽ, ഇന്നു മുതൽ തൗഹീദിന്റെ ഭവനമാണ്, നീ തന്നെ ആ താക്കോൽ സൂക്ഷിക്കുക. ചേർത്ത് നിർത്തുകയാണ്. നമുക്ക് എപ്പോഴും ആളുകളെ വേദനിപ്പിക്കാനാണ് ഇഷ്ടം. ആളുകളെ വേദനിപ്പിക്കുക, ആളുകളെ അകറ്റി നിർത്തുക, ആളുകളോട് ആ അർത്ഥത്തിൽ പെരുമാറുക. അങ്ങനെ നമ്മൾ നമ്മുടെ ആദർശവുമായി മുന്നോട്ട് പോവുക. യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് നാം വളരെ ഹിക്മത്തോടു കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല. നമ്മുടെ ശത്രുക്കൾ പോലും നമ്മൾ ആദരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഷേക്സ്പിയർ പറയുന്നത്, നെവർ പ്ലേ വിത്ത് ഫീലിങ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവന് വേദനിപ്പിച്ചിട്ട് നിങ്ങൾ ഒരു കളിയും കളിക്കരുത്. കളിയിൽ ചിലപ്പോൾ നിങ്ങൾ ജയിച്ചു എന്ന് വരും, പക്ഷേ ആ മനുഷ്യൻ നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. മറ്റുള്ളവരെ പോലെയല്ല അവിശ്വാസികൾ. അവർക്ക് ആളുകളെ ചേർത്ത് നിർത്തേണ്ടതുണ്ട്. മരണപ്പെട്ടു കഴിഞ്ഞാൽ ഓ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ എന്ന് ആളുകൾ പറയേണ്ടതുണ്ട്. ആളുകൾ വെറുക്കുന്നവനാകുന്ന, പോയത് നന്നായി എന്ന് പറയുന്ന സാഹചര്യമല്ല ഉണ്ടാവേണ്ടത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പോലെയുള്ള മഹാനായ ഒരു മനുഷ്യന്റെ, മഹാനായ ഒരു പ്രവാചകന്റെ പിൻബലമുള്ള വിശ്വാസികളെങ്കിലും ഹിക്മത്തോടു കൂടി ജീവിക്കുന്ന OV വിജയൻ ഒരിക്കൽ നബിയെ കുറിച്ച് പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കിയതിൽ വെച്ച് ഏറ്റവും സുന്ദരനായ അധ്യാപകൻ മുഹമ്മദ് എന്ന പ്രവാചകനാണ്. അതിന് അദ്ദേഹം പറഞ്ഞൊരു കാരണം,
അനാഥ കുട്ടിൻ്റെ മുമ്പിൽ വെച്ചിട്ട് സ്വന്തം കുട്ടിക്ക് ഉമ്മ കൊടുക്കരുത് എന്ന്. കുട്ടിക്ക് മാറി മാറി ഉമ്മ കൊടുക്കുന്ന ആളാണ് റസൂലുള്ളാഹ്. പക്ഷെ അനാഥ കുട്ടിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അത് ചെയ്യരുത്, കാരണം അത് അയാളെ വേദനിപ്പിക്കും. ഇങ്ങനെ പറയാൻ ലോകത്തൊരു മനുഷ്യന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത, വീടില്ലാത്തവനോട് വീടിനൊരു പേരിടാനും, മക്കളില്ലാത്തവനോട് കുട്ടിക്കൊരു പേരിടാനും, പറയവേ കൂട്ടുകാരാ അവ രണ്ടുമില്ലാത്തൊരുവന്റെ ചങ്കിലെ തീ നീ കണ്ടുവോ. വീടില്ലാത്തവനോട് ചോദിക്കരുത് എത്ര എൻ്റെ വീട് എവിടെയാണ്. കുട്ടികളില്ലാത്തവനോട് ചോദിക്കരുത് കുട്ടികൾ എത്ര ഉണ്ട്. എന്നോടൊക്കെ ചോദിക്കാം, എനിക്ക് 5 കുട്ടികളുണ്ട്. കുട്ടികളില്ലാത്ത ഒരാൾ നമ്മളെ കൂട്ടത്തിൽ പെട്ടാൽ, അല്ല കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? 10 കൊല്ലായോ? എന്നോട് എന്താ കുട്ടികളില്ലാത്ത? ആർക്കാ കുഴപ്പം? അനക്കായിരിക്കും, എന്നെ കണ്ടാലറിയാം എനിക്കാണ് കുഴപ്പം. അല്ല എനിക്കല്ല, ചെറിയൊരു പ്രശ്നമുള്ളത് ഓൾക്കാ. വെറുതെ അല്ല ഓളെ നടത്തങ്ങനെ, അതന്നെയാണെന്നാ ഓളങ്ങനെ. ഇങ്ങനെ ആളുകൾ വേദനിക്കുന്ന സ്ഥലത്ത് തന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ നിന്നും മാറി, സാരല്ല കേട്ടോ, അങ്ങനെയല്ല, അതല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ കുട്ടികളെ അങ്ങനെ തലോടാൻ സാധിക്കുക. ആവശ്യമില്ലാത്ത ചീത്ത പറഞ്ഞ് അവരെ അകറ്റാതിരിക്കുക. അവർ പഠിക്കുന്നതും അവർ പഠിച്ച് ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഹിക്മത്തോടു കൂടിയാണെന്ന് പരിശോധിക്കുക. തിരിച്ചറിവിന്റെ വിജ്ഞാനമാണെന്ന് പരിശോധിക്കുക. മറ്റേ ഹദീത്ത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. കാന റജുലാനി ഫി ബനീ ഇസ്രായീൽ, ബനീ ഇസ്രായേലിൽപ്പെട്ട 2 കുട്ടികൾ. ഫകാന അഹദുഹുമാ യുദ്നബു വൽ ആഖിറു മുജ്തഹിദുൻ ഫിൽ ഇബാദ. ഒരു കുട്ടി നല്ല കുട്ടിയാ, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ബാങ്ക് കൊടുക്കും, നിസ്കരിക്കും, ജമാഅത്തിന് വരും, അതിനൊക്കെ വരുന്നൊരു കുട്ടി. രണ്ടാമത്തെ കുട്ടി അവൻ ലേശം പ്രശ്നക്കാരനാണ്. 24 മണിക്കൂറും ഗെയിമും വാട്സാപ്പും ഫേസ്ബുക്കും ബ്ലൂടൂത്തും എക്സെൻഡറും ഇതൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട ചർച്ച. അപ്പൊ ഇവനെ ഓരോന്ന് കാണിക്കുമ്പോഴും ഈ മൂത്ത കുട്ടി പറയത്രേ, പിന്നെ മോനെ ഡാ നിർത്ത്, അക്സിർ നിർത്ത്, മതി, ബാ പള്ളിയിൽ പോവാ, നിസ്കരിക്കാൻ പോകും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ വജദഹു യൗമൻ അലാ ദംബിൻ, ഒരു വലിയ പാപം ചെയ്തത് ഇവനെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ ഇവൻ പറഞ്ഞത്രേ അക്സിർ നിർത്ത്. നിരന്തരം ഇങ്ങനെ ടോർച്ചർ ചെയ്ത് സംസാരിച്ചും പിന്നെ പ്രഷറാക്കിയും ഒക്കെ സംസാരിച്ചപ്പോ ഈ ചെറിയ കുട്ടി പറഞ്ഞത്രേ ഹല്ലിനി വറബി, ഇനിയൊന്ന് വിടോ, ഇന്നിന്റെ പടച്ചവന് വെറുതെ വിടും, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. കുറ്റപ്പെടുത്തിയിട്ടല്ലാതെ എപ്പോഴെങ്കിലും എന്നോടൊന്ന് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. എന്നെ നിരീക്ഷകനായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ, മാറി നിൽക്ക്. ഇത് പറഞ്ഞപ്പോ ഈ മുത്തഖിയായ മനുഷ്യൻ പറഞ്ഞത്രേ വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക്, അനക്ക് അള്ളാഹ് പുറത്തു തരില്ല കേട്ടോ. ഈ കോലത്തിലാണ് എന്റെ പോക്കി, അള്ളാഹ് പുറത്തു തരില്ല. നമ്മളൊക്കെ പറയാറില്ല അങ്ങനെ. ഇങ്ങനെ പോയാൽ എനിക്ക് സ്വർഗം കിട്ടൂല. വല്ലാഹി ലാ യദ്ഖുലുല്ലാഹുൽ ജന്ന, എനിക്ക് സ്വർഗം കിട്ടൂല. പിന്നീട് ഫഖബല്ല റുവാഹുമാ, 2 പേരുടെയും റൂഹിനെ പിടിച്ചു. 2 പേരും അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. ഫജ്തമഅ ഇൻദ റബ്ബിൽ ആലമീൻ. അങ്ങനെ ഹാജരാക്കിയ സമയത്ത് ഈ ഫഖാലലി ഹാദൽ മുജ്തഹിദ്, ഈ നല്ല കുട്ടിനെ വിളിച്ചിട്ട് പറയത്ര അല്ലാഹ് അകുന്ത ബി ആലിമൻ ഔ കുന്ത അലയ്യ മാ ഫി യദി ഖദറ, ആരാണ് നിനക്ക് എന്റെ അധികാരത്തിൽ പങ്കുചേർക്കാൻ അവസരം തന്നത്? ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല എന്ന് പറയാൻ നീ ആരാണ് എന്ന് പറഞ്ഞ് അള്ളാഹു ഈ പാപം ചെയ്ത കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞത് ഫദ്ഖുലിൽ ജന്നത ബിറഹ്മതി, എന്റെ കാരുണ്യം കൊണ്ട് ഈ കുട്ടിനെ സ്വർഗത്തിലേക്ക് നീ കൊണ്ടുപോവുക. വഖാലല്ലാഖറു, രണ്ടാമത്തവൻ എപ്പോഴും കുറ്റം പറഞ്ഞും എപ്പോഴും ഇങ്ങനെ പ്രഷറുണ്ടാക്കിയും പ്രയാസം ഉണ്ടാക്കുന്ന ആളെ പറ്റി പറഞ്ഞത്രേ ഇദ്ഹബു ബിഹി ഇലന്നാർ, ഇവനങ്ങൾ നരകത്തിൽ കൊണ്ടുപോയി ഇടുക എന്ന് പറഞ്ഞു. വഖാല അബൂ ഹുറൈറ, ഹദീസ് അവസാനിപ്പിച്ച് അദ്ദേഹം പറയാൻ വല്ലദീ നഫ്സി ബിയദിഹി ലതകല്ലമ ബികലിമത്തിൻ ഔ ബഖദ ദുനിയാഹു വആഖിറ, ഒരു വാക്ക് മതി, ആളുകളെ വേദനിപ്പിക്കുന്ന, ആളുകളെ അകറ്റുന്ന, ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഈ ദുനിയാവും ആഖിറവും നമുക്ക് നഷ്ടപ്പെടാം. എത്ര നിസ്കരിച്ചിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല, നോമ്പെടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല, സ്വതക്കും സക്കാത്തും കൊടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല. ആളുകൾക്ക് നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവണം, ആളുകൾക്ക് നമ്മളെ ഇഷ്ടപ്പെടണം. വലിയ പൈസയൊന്നും ഉണ്ടാവില്ല, വലിയ ചൊറുക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല മനുഷ്യനാണ്, നല്ല പെരുമാറ്റമാണ്, നല്ല സ്നേഹമാണ്, നല്ല കച്ചവടക്കാരനാണ്, നല്ല ഉപ്പയാണ്, നല്ല ഉമ്മയാണ്, നല്ല കുട്ടിയാണെന്ന് മറ്റുള്ളവർ പറയുന്ന തരത്തിൽ മികച്ച മനുഷ്യനാവുക എന്നതാണ് പുതിയ കാലത്തെ വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ഫലം എന്ന് പറയുന്നത്. അതിന് ഹിക്മത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു ഹിക്മത്തിലൂടെ വിജയങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് മുത്തഖിയായി ജീവിക്കാൻ എന്നോട് നിങ്ങളോട് ആത്മാർത്ഥമായി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു.
അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നമുക്കൊരുപാട് കാര്യങ്ങൾ അറിയാം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്യൂല. പള്ളിക്ക് കയറുമ്പോൾ വലതുകാല വെക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചെയ്യൂല. ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇടത്തേക്കാല വെക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം, അറിയാത്തൊരു മനുഷ്യനുണ്ടാവില്ല, നമ്മൾ ചെയ്യൂല. മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണമെന്ന് എല്ലാവർക്കും അറിയാം, ചൊല്ലൂല. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മൾ എല്ലാ കാര്യങ്ങളിലും വലിയ തിന്മ വരുന്നത്, തെറ്റുകൾ വരുന്നത്, അറിയുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്യൂല. നേടാവുന്നതിൻ്റെ പരമാവധി നേടാൻ വേണ്ടി അള്ളാഹു റസൂലും പറഞ്ഞാൽ നമ്മൾ ചെയ്യില്ല. ഹിക്മത്തില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം അതാണ്. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ചിന്ത. ഫലസ്തീനികൾ വളരെ പ്രയാസത്തിലാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം നമുക്ക് കടന്നു പോകാൻ പാടില്ല. ഒരു ദിവസം അങ്ങനെ കടന്നു പോയാൽ ഞാൻ പറയാം, അതൊരു ഹിക്മത്തില്ലാത്ത മനുഷ്യൻ്റെ ജീവിതമായിട്ടാണ് അതിനെ മനസ്സിലാക്കുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അതിനെക്കുറിച്ച് ഓർക്കുന്നൊരു സമയമാണ്. ഇബ്രാഹിം നബി ഇസ്ലാം മകനെ അറക്കാൻ കൊണ്ടുപോകുന്ന ആ രംഗമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കൊണ്ടുപോയി അവിടെ ഇങ്ങനെ അറക്കാൻ വേണ്ടി അവിടെ കടത്തുമ്പോൾ കുട്ടി പറയുന്ന ചില വർത്താനുണ്ട്. ഉപ്പ എൻ്റെ കയ്യും കാലും കെട്ടണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഓടിപ്പോയാലോ. ഉപ്പാൻ്റെ ഷർട്ടും ഡ്രസ്സും ഒക്കെ കയറ്റി വെക്കണം, ചോര തെറിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ. ഉപ്പൻ്റെ വേഗം ഇറക്കണം കേട്ടോ, എന്നാലാണ് എനിക്ക് പെട്ടെന്ന് മരിക്കാൻ പറ്റുള്ളൂ. ഉമ്മാനോട് എൻ്റെ സലാം പറയണം. ഖുർആൻ കുട്ടിനെ കമഴ്ത്തി കടത്തിയത് പോലും കാരുണ്യം കണ്ടിട്ട്, കുട്ടിൻ്റെ മുഖം കണ്ടിട്ടെങ്ങാനും ഉപ്പയുടെ ആ ഉദ്ദേശത്തിൽ നിന്ന് പിന്മാറുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണെന്ന് പണ്ഡിതന്മാർ വിലയിരുത്തുന്നു. എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാവും, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വിഷമാണ്. അത്തരത്തിലുള്ള എത്ര കുട്ടികളാണ് ഇസ്രായേൽ കിങ്കരന്മാരുടെ വൃത്തികെട്ട ആക്രമണത്തിന് ഇരയായി ഇന്ന് മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്, രക്തസാക്ഷികളാവുന്നത്. 8 വയസ്സുള്ള കുട്ടി 6 വയസ്സുള്ള കുട്ടിക്ക് കെലിമ ചൊല്ലി കൊടുക്കുകയാണ്. പിഞ്ചു മക്കൾ പോലും ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഖുദ്സ് അവർക്കൊരു പ്രശ്നമാണ്. അവരെ നാട് വിട്ടു പോകാൻ തയ്യാറാവണില്ല. പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരെ അവർ എതിർക്കുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല. പരസ്പരം സംഘടനകളെ പോലെയുള്ള കെട്ടിക്കൊടുക്കുകളില്ല. അവരൊക്കെ നമ്മുടെ ഈ കാലത്ത് ജീവിക്കുന്നവരാണ്. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊന്നും ആലോചിക്കാൻ സാധിക്കാതിരിക്കുക എന്നത് നമ്മുടെ ഒരു കുറവായിട്ട് നമ്മൾ കാണുക. ഹിക്മത്തോടു കൂടി ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ആത്മാർത്ഥമായി അത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കുക. അത്തരത്തിൽ മികച്ച മനുഷ്യരായിട്ട് മാറാൻ, ഇബ്രാഹിമുകളായിട്ട് മാറാൻ ഉപ്പമാർക്ക്, ഇസ്മായിലുകളായിട്ട് മാറാൻ മക്കൾക്ക്, ഹാജറുകളായിട്ട് മാറാൻ നമ്മുടെ ഉമ്മമാർക്ക് ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ സത്യത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമ്മെല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മയുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകം പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റുഖിയ എന്ന സഹോദരി, സവാബു നഗർ എന്നാണ് തോന്നുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ജീവിതം അങ്ങനെയാണ്, അള്ളാഹു ഇങ്ങോട്ട് പോര് എന്ന് പറയുമ്പോഴാണ് ചെന്നേ പറ്റുള്ളൂ. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ട സഹോദരിക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും സ്വർഗത്തിന് ഇടവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ വേർപാടിലൂടെ കുടുംബത്തിലുണ്ടായ വേദനയും പ്രയാസവും ഒക്കെ മാറി സന്തോഷവും സമാധാനവും നൽകിയ കുടുംബത്തെ അള്ളാഹു പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം അള്ളാഹു നമ്മെല്ലാവരെയും ഇസ്സത്തിലും അഭിമാനത്തിലും ജീവിക്കാൻ, സന്തോഷത്തോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമ്മെല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവിൻ്റെ ലോകത്ത് സഞ്ചരിക്കാൻ, തിരിച്ചറിവിൻ്റെ രീതിയിൽ ജീവിക്കാൻ, ഹിക്മത്തോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് അള്ളാഹു രക്തസാക്ഷി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരാക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ അള്ളാഹു തകർത്ത് തരിപ്പണമാക്കി കൺകുളിർമ നൽകുന്ന അവരുടെ തകർച്ച കണ്ട് സന്തോഷിക്കാൻ ഫലസ്തീനികൾക്കും അവരെ ഇഷ്ടപ്പെടുന്ന നമുക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യഖാദിൽ ഹജാത്ത് طيب ثراهم وجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين. اللهم دمر أعداءنا وأعداء الدين. اللهم انصر المسلمين في فلسطين. اللهم انصر المجاهدين في فلسطين. اللهم احقن دماءهم. اللهم اشف مرضاهم. اللهم اشف جرحاهم. اللهم كن لهم وليا ونصيرا. اللهم اهلك اليهود. اللهم اهلك اليهود. اللهم شتت شملهم. اللهم فرق جمعهم. اللهم زلزل اقدامهم يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا
وهب لنا من لدنك رحمة إنك أنت الوهاب ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم أقم الصلاة